ഞാൻ എൻ്റെ വണ്ടിയുടെ ഫോർക്ക് ഓയിൽ സീൽ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ കുറേ വണ്ടികൾ ഇരിക്കുന്നുണ്ട്. അതിങ്ങോട്ട് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഏത് സാധനം അടിച്ച് ആകാശത്ത് കയറി നിൽക്കുക എന്ന് പറഞ്ഞാലും കിട്ടൂല. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് മക്കളെ. എവിടെ എങ്ങനെ വരും ആ ഒരു ഫീലിംഗ്. ഞാൻ ജസ്റ്റ് ഇവിടെയുള്ള വണ്ടികൾ കൂടി ഒന്ന് കാണിക്കാം. ഇതാ 1 2 3 4 ഉള്ളിൽ 1 5, പിന്നെ ഇവിടെ 2 ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഞാനിപ്പോൾ ഒരു RD350 ഒക്കെ എടുത്ത് അതിൻ്റെ ഒരു മൂഡിലൊക്കെയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നൊരു സമയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സർവീസിന് വേണ്ടി, നമ്മളുടെ RD350യുടെ ചെറിയൊരു സർവീസിന് വേണ്ടി കോഴിക്കോട് ഫറൂഖിൽ ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട്. കുറേ വണ്ടികൾ റീസ്റ്റോറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ വണ്ടികൾ എന്തൊക്കെയോ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ RDകൾ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും മീറ്റപ്പിനൊക്കെ പോകുന്ന സമയത്താണ് ഇങ്ങനെ കുറേ RDകളൊക്കെ കാണാറ്. എന്നാൽ ഈ ഒരു വർക്ക്ഷോപ്പ് പോകുമ്പോൾ കുറേ RDകളുടെ സ്പെയർ നമുക്ക് കാണാം, കുറേ RD കാണാം. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുത്ത്, അപ്പോൾ അവിടെയുള്ള ആളെയും അവിടുത്തെ വർക്ക്ഷോപ്പിലുള്ള വണ്ടികളെയും അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതും അവിടുത്തെ സ്പെയറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടികൾ കണ്ട് തന്നെ ഈ ഒരു വീഡിയോ തുടങ്ങാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാ ഞാൻ ഫസ്റ്റത്തെ വണ്ടി കാണിക്കാം. ഒരു റെഡ് വണ്ടി, അടിപൊളിയാണ്. അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ഈ ഒരു വണ്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വണ്ടിയാണ് വരുന്നത്. അത് ചെറിയൊരു സർവീസ് ഉണ്ട്, അവനോട് ഇരിക്കട്ടെ. നമുക്ക് അടുത്ത വണ്ടി കാണാം. ഇതാ വേറൊരു വണ്ടി വരണേ. ഇതും അത്യാവശ്യം വർക്കൊക്കെ കഴിഞ്ഞതാണ്. എന്തോ എൻജിൻ്റെ ഭാഗത്ത് ഊരി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇത് അടുത്ത വണ്ടി. ഈ വണ്ടിയുടെ ഈ ഒരു ഡിസൈൻ ഞാൻ എവിടേക്കേ കണ്ടിട്ടുണ്ട്, പക്ഷേ ഏതാണെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. എവിടേക്കും ഒരു പരിചയമുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ വണ്ടിയും അത്യാവശ്യം ഫുള്ളായിട്ട് വർക്ക് എടുപ്പിച്ചിട്ടുണ്ട്, നല്ല പക്കായി വർക്ക് എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറങ്ങുമ്പോൾ കാണാം നമുക്ക്. ഏതായാലും ഗൈസ്, ഇനി ഞാൻ ആദ്യമായിട്ട് കുറേ കൂടുതൽ ഓടിച്ചിട്ടുള്ളൊരു വണ്ടിയാണിത്, നമ്മളെ മുജിക്കാടെ വണ്ടി. ഇത് ഇവിടെ വെച്ചിട്ടുള്ളത് കുറച്ച് പരിപാടികൾ, റീസ്റ്റോറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളെ വണ്ടി തന്നെയാണ്, ബാക്കിയുള്ളതൊക്കെ പുറത്ത് വണ്ടികളാണ്. ഓക്കെ, പിന്നെ ഇവിടെ കുറേ സംഭവങ്ങൾ RDയുടെ, നമുക്ക് ഈ RD350ൻ്റെ പാർട്സുകൾ കാണുക എന്നുള്ളതും കുറച്ച് റയറായിട്ടുള്ള സംഭവമാണ്. ഇവിടെ ഒരുപാട് വണ്ടികളുടെ കഥകൾ പറയാനുള്ള സാധനങ്ങളുണ്ട് കുറേ. ഇവിടെ RDയുടെ ഹാൻഡിൽ വരുന്നുണ്ട്, സസ്പെൻഷൻ വരുന്നുണ്ട്, മീറ്റർ കാര്യങ്ങൾ എവിടേക്കായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണുമ്പോൾ ബാക്കിലെ മറുകാട് കാണാം, ഫ്രണ്ടിൽ കാണാം. കുറേ സംഭവങ്ങൾ, ഒരു RD350ൻ്റെ കുറേ സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഇനി ബാക്ക് സൈഡിൽ വേറെ ഉണ്ട് അയച്ചു വെച്ചിട്ട്, അത് നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഇതാ ഇവിടെ 2 വണ്ടി കൂടി ഉണ്ട്. ഇത് KL രജിസ്ട്രേഷനുള്ള വണ്ടി തന്നെയാണ്, നമ്മുടെ പഴയ ഒരു വിൻറ്റേജ് നമ്പറുള്ള വണ്ടി. ഇതിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിരിക്കുകയാണ്. ഇത് എന്തൊക്കെയോ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഈ സൈഡിൽ വേറെ ഒന്ന് കിടക്കുന്നത്. എന്താ ഇതിൻ്റെ എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല, എന്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മളുടെ 2 വണ്ടികളല്ലാതെ 5 വണ്ടികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 RD വർക്ക് എടുക്കുക ഒരേ സമയം എന്ന് പറയുമ്പോൾ ഇവരുടെ തിരക്ക് തന്നെയാണ് ഇതിന് കാരണം. പിന്നെ നല്ല വർക്ക്ഷോപ്പ് ആയതുകൊണ്ടാണ് ഇവിടെ കൊടുന്ന് ഇടുന്നത്. അല്ലാതെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുജീബ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമ്മളുടെ വണ്ടികൾ വർക്ക്ഷോപ്പിൽ കിടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം എല്ലാവർക്കും ഉണ്ടാവും ടെൻഷന്. അപ്പോൾ നമ്മുടെ വണ്ടികൾ മാക്സിമം വർക്ക് എടുപ്പിക്കുക, പെട്ടെന്ന് വീട്ടിലെത്തിക്കുക എന്നുള്ള മൈൻഡ്, നമ്മൾ ഗ്യാരേജിൽ എത്തിക്കുക എന്നുള്ള മൈൻഡിനായിരിക്കും എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെ, ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പെൻഡിങ്ങിന് ഇടണമെങ്കിൽ ഇയാൾ വർക്ക് ചെയ്താൽ ഓക്കെ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെയുള്ള ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഓണർ, ഇത് വർക്ക് എടുക്കുന്ന ആളെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ പുള്ളിക്കാരനാണ് ഞാൻ പറഞ്ഞ വർക്ക്ഷോപ്പിലുള്ള ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഓണർ. ഇവിടെ വർക്ക് എടുക്കുന്ന ആളും പുള്ളി തന്നെയാണ്. ദിജേഷ് എന്നാണ് പുള്ളിയുടെ പേര്. ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞത് ഫറൂഖ് കോളേജിൻ്റെ തൊട്ടടുത്താണ്. പിന്നെ ഏതൊരു RD യൂസറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വർക്ക് എടുക്കും, എന്തൊക്കെ സംഭവങ്ങളാണ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുക എന്നുള്ളതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഒരു വണ്ടി ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്യണം, നിങ്ങൾക്ക് ഏകദേശം എത്ര സമയം എടുക്കും? വണ്ടിന്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. കുറച്ചധികം വർക്കുള്ള വണ്ടിയാണെങ്കിൽ 2 മാസം റീസ്റ്റോറേഷനും പെയിന്റിങ്ങും കൂടെ 2 മാസം സമയം എടുക്കും. ഇപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ സ്പെയറും നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുമോ അതോ നമ്മൾ തന്നെ കൊണ്ടുവരണോ? അല്ല, എല്ലാ സ്പെയറും നിങ്ങൾ സെറ്റാക്കി കൊടുക്കുമോ? ഇപ്പോൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്യാന്നുള്ളത് കുറഞ്ഞ ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നോർമലി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ പോയിന്റിൽ നിന്ന് മാറ്റിയിട്ട് CDI ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുക്കും. ഈ CDI പോയിന്റിൽ നിന്ന് മാറ്റി CDI ചെയ്യുമ്പോൾ എങ്ങനെ എമൗണ്ട് വരും? എമൗണ്ട് പറഞ്ഞാൽ പല എമൗണ്ടിന്റെ CDIയും കിട്ടാനുണ്ട്. അതായത് ഇപ്പോൾ CDI സംഭവങ്ങളൊക്കെ നിങ്ങൾ പോയിന്റിൽ നിന്ന് മാറ്റി CDI ഒക്കെ ആക്കി കൊടുക്കും. അപ്പോൾ ഇതിന് ഈ CDI എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ളതാണ്. മൈലേജിന്, പവറിന്, പെർഫോമൻസിനൊക്കെ ആയിട്ട് പല കാറ്റഗറി ആണല്ലോ. അപ്പോൾ ആ സാധനങ്ങൾ നിങ്ങൾ അതിനനുസരിച്ച് സെറ്റാക്കി കൊടുക്കും. സെറ്റാക്കി കൊടുക്കും.
അപ്പോൾ എല്ലാ രീതിയിലുള്ള CD ഉണ്ട് അവൈലബിൾ ആണ്. അനലോഗ്, ഡിജിറ്റൽ, പ്രോഗ്രാമിംഗ് CD ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ആള് വണ്ടി കൊണ്ടുവരണീൻ്റെ ആ ഒരു സമയത്ത് അവൈലബിൾ ആയ നല്ല സാധനങ്ങൾ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് പറഞ്ഞു കൊടുക്കും. അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അവർ വാങ്ങിക്കുകയാണെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ബാക്കിയുള്ള പരിപാടികളുണ്ടോ അല്ലേ, നോർമലായിട്ട് നമ്മളൊരു വണ്ടീൻ്റെ നോർമൽ സർവീസുകളൊക്കെ ചെയ്യണുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ? അതിൻ്റെ എല്ലാ നോർമൽ സർവീസുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില സാധനങ്ങൾ വരുത്തിക്കാൻ കുറച്ച് കാലതാമസം വരും. ചിലപ്പോൾ ഒരാഴ്ച 10 ദിവസമൊക്കെ സമയം എടുക്കും എന്തെങ്കിലും മേജറായ പാർട്സ് മാറുകയാണെങ്കിൽ. ഓക്കെ, അല്ലാത്ത കേസൊക്കെ നിങ്ങൾ പെട്ടെന്ന് തീർത്ത് കൊടുക്കും. ഓക്കെ ഓക്കെ. ഇവിടെ നല്ല തിരക്കുണ്ട്. ഞാനിപ്പോൾ ഈ സത്യത്തിൽ ഈ വീഡിയോ എടുക്കാൻ വന്ന ആളെ അല്ല, നമ്മളുടെ RD പിന്നെ ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കാൻ വന്നേ. പോരാത്തിന് മുജിക്കാടെ വണ്ടി ഇവിടെ റീസ്റ്റോറേഷൻ നടക്കുന്നുണ്ട്, അത് കാണാനൊക്കെ പാടെ വേണ്ടി വന്നതാണ്. അപ്പോൾ പുള്ളിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു വീഡിയോ കൂടി ചെയ്ത RD350 ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പാടെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്തപ്പോൾ പുള്ളി നല്ല തിരക്കിലാണ്. അപ്പോൾ നോർമലി RD350ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുതരും. അതെല്ലാം കുറച്ച് ലെവലിൽ വേണം നിങ്ങൾക്കിപ്പോൾ റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം RDയുടെ എല്ലാ വർക്കും പുള്ളി ചെയ്തുതരും. പിന്നെ എൻ്റെ വീഡിയോ കണ്ടു വരുന്ന ആളുകൾക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങളുടെ ലേബറിലും കാര്യങ്ങൾക്കൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ. പുള്ളിയുടെ നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ വീഡിയോസ് ചെയ്യുക, ഓരോ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ കുറേ പേര് കാണുന്നുണ്ട്, എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ നമ്മളുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.